വേറെ ഒരു കാര്യമില്ല. എന്തിന് അവനെ അന്നേരം ഡിസ്ക്വാളിഫൈ ചെയ്യാതെ ഫൈനലിലോട്ട് സെലക്ട് ചെയ്തു? അവന്റെ പ്ലേസ് മറ്റൊരാൾക്കല്ലേ കൊടുക്കണ്ടേ? അപ്പൊ 5ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഫൈനലിൽ വരേണ്ട അത്ലീറ്റ് എവിടെ അല്ലേ? ഡിസ്ക്വാളിഫൈ ചെയ്യാനോ ഇങ്ങനൊരു ക്രൈറ്റീരിയ മൂലം മെഡൽ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തിന് ഫൈനലിലോട്ട് തിരഞ്ഞെടുക്കും? വേറെ കാര്യമൊന്നും പറയാനില്ല. ജഡ്ജസ് നീഡ്സ് ടു അപ്ഗ്രേഡ്. എനിക്കതാ പറയാനുള്ളത്. അർജുന അവാർഡി പോലുള്ള റെസ്പെക്ട്ഫുൾ പീപ്പിൾ ഇതുപോലത്തെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. അഗെയിൻ അർജുന അവാർഡി പോലുള്ള ജഡ്ജസ് ഇരുന്ന ഒരു പാനലിൽ നിന്ന് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ് വരുന്നത് എക്സ്ട്രീംലി ഡിസപ്പോയിന്റിംഗ്. കൊല്ലം ജില്ലയിൽ മത്സരിച്ചപ്പോൾ എൻ്റെ കഴുത്തിൽ സ്ലാഷ് ഇട്ടുകൊണ്ട് പറഞ്ഞത് യു ഹാവ് എ ഗ്രേറ്റ് ഫിസിക് എന്നാണ്. യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ ഇൻ മെൻസ് ഫിസിക് എന്നാണ്. അങ്ങനെ തന്നെ അതിനോട് വീഡിയോ കിടപ്പുണ്ട്. ഇൻസ്റ്റഗ്രാമില് ഇതേ വ്യക്തികളുടെ മൈക്കം പിടിച്ചുകൊണ്ട് അവര് കാണിച്ച അഡ്വർടൈസിങ് എന്താ പറയാ ഗിമ്മിക്കിന്റെ വീഡിയോ കിടപ്പുണ്ട്. അന്ന് അവർക്ക് അമേസിംഗ് ഫിസിക്കും അടിപൊളിയായിരുന്നെങ്കിൽ ഇന്നെന്താണ് ഈ മാറിയത്? ജില്ല മാറിയപ്പോഴോ കോമ്പറ്റീഷൻ മാറിയപ്പോഴോ ഒരേ ആള് സിമിലർ പാക്കേജസ്. വി ഹാവ് വീഡിയോ പ്രൂഫ് ടു ഷോ ദാറ്റ് അതേപോലത്തെ പാക്കേജ് വെരി സിമിലർ ഐഡന്റിക്കൽ പാക്കേജ് ആവുന്നത് മേ ബി സ്ലൈറ്റ്ലി ബെറ്റർ. അത്രേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഈ കണ്ടു നിന്ന ആൾക്കാരുടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇതിന് ഉത്തരം തരണം. ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു? നിങ്ങൾക്ക് എന്തും അതിന്റെ മനസ്സിലായത്? നിങ്ങളിപ്പോ സംസാരിക്കും. നിങ്ങൾ വാ തുറന്നാലേ അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ പരിപാടികൾ നടക്കാതിരിക്കുന്നുള്ളൂ. വർഷങ്ങളായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി ഇതാ. എത്ര രൂപ മുടക്കിയെന്നറിയാം ഒരു അത്ലീറ്റ് ഈ മത്സരത്തിന് മത്സരിക്കുന്നത്? പൈസയുടെ കാര്യമല്ല, ഫാമിലി കളഞ്ഞ് അവന്റെ മെന്റൽ പീസ് കളഞ്ഞ് ഡേ നൈറ്റ് വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം